നമസ്കാരം. മോദി സർക്കാരിനെ മറിച്ചിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഖലിസ്ഥാൻവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അമേരിക്ക കേന്ദ്രമായ ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്രത്തിന് കൂടെ പിടിച്ച ജസ്റ്റിൻ ട്രൂഡോ ഒടുവിൽ രാജിവെക്കുമ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ വിജയമാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത്. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടതെല്ലാം ചെയ്ത ഭരണകൂടമായിരുന്നു ട്രൂഡോയുടേത്. ഇന്ത്യയെ വെട്ടിമുറിച്ച് ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം വേണമെന്ന് വാദിക്കുന്ന ഖലിസ്ഥാൻവാദികൾക്ക് പൂർണ്ണ സംരക്ഷണം കാനഡയുടെ മണ്ണിൽ നൽകുകയും കാനഡയിൽ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ ഭീകരൻ നിജാർ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുകളാണെന്ന് വരെ കുറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. പഴയ കൊളോണിയൽ ഉൾപ്പുളകളിൽ അഭിരമിച്ചുകൊണ്ടിരുന്ന കനേഡിയൻ സായിപ്പിന് തോന്നിയ ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ജയശങ്കറിന്റെ അമിത്ഷായുടെ ഭാരതത്തെ ചൊറിയുക എന്നത്. ഒന്ന് പേടിപ്പിച്ചാൽ വാലും ചുരുട്ടിയിരുന്നോളുമെന്ന് കരുതിയ രാജ്യം നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ തോറ്റു തുന്നം പാടിയത് ട്രൂഡോ തന്നെയാണെന്നതിൽ അതിന് ആർക്കും സംശയം കാണില്ല. പണിക്ക് മറുപടി എന്ന നയത്തിന് പകരം പണിക്ക് പല മടങ്ങ് പണി എന്ന നയം ഇന്ത്യ കൈക്കൊണ്ടപ്പോൾ പുറത്താക്കപ്പെട്ട നയതന്ത്രജ്ഞരെ എങ്ങോട്ടേക്ക് പറഞ്ഞേക്കുമെന്ന് വിഷമിക്കുന്ന കനേഡയാണ് ലോകം പിന്നീട് കണ്ടത്. 2023 സെപ്റ്റംബറിൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ട്രൂഡോയുടെ ആരോപണം മുതലാണ് ദില്ലിയും ഒട്ടാവയും തമ്മിലുള്ള സംഘർഷം പുകഞ്ഞത്. അസംബന്ധം എന്ന് വിശേഷിപ്പിച്ചാണ് ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞത്. ഇന്ത്യ ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുവെന്ന ട്രൂഡോയുടെ അവകാശവാദം ആഭ്യന്തരമായും അന്തർദേശീയമായും നിശിത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇന്ത്യ 6 കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഒട്ടോവയിലെ തങ്ങളുടെ നയതന്ത്രജ്ഞനെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ, ടൊറോട്ടോയ്ക്ക് സമീപമുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. ഇന്ത്യക്കെതിരെ കാനഡ തിരിഞ്ഞത് ട്രൂഡോയുടെ പാർട്ടിയെ താങ്ങി നിർത്തിയിരുന്ന NDP എന്ന പാർട്ടിയിലെ സിഖ് വിഭാഗത്തെ സന്തോഷിപ്പിക്കാനാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇതോടുകൂടി ഇന്ത്യ കാനഡയുമായി പൂർണ്ണ ശത്രുത പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് കാനഡയ്ക്ക് ഇന്ത്യയുമായി നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന പല സ്വതന്ത്ര വ്യാപാര കരാറുകളിലും ഒപ്പുവെക്കാൻ നമ്മൾ വിസമ്മതിച്ചു. ഇത് ട്രൂഡോയുടെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങൾ കാരണം തകർച്ചയിലായ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പുറകോട്ടടിച്ചു. കുടിയേറ്റ നയവും തലതിരിഞ്ഞ നികുതികളും കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന കാനഡയ്ക്ക് പിടിവള്ളിയാകുമായിരുന്ന സ്വതന്ത്ര വ്യാപാര കരാറാണ് നമ്മൾ നിഷ്കരുണം തട്ടിയകറ്റിയത്. ഇതേ തുടർന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടിയ അടി പരിഹരിക്കാൻ പറ്റാതെയാണ് ട്രൂഡോ രാജിവെച്ചത്. ഏതായാലും ഭാരതത്തോട് കളിച്ചാൽ അത് അത്ര നല്ലതല്ലെന്ന ബോധം ഇപ്പോൾ ട്രൂഡോയ്ക്ക് ഉണ്ടായി കാണും. അതേസമയം ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ ഭാരതത്തിനെതിരെ പദ്ധതികൾ നടത്തിയ പലരുടെയും കളികൾ ഇനി പുറത്തു വരുമെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.